ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്താണ്. കൊല്ലത്ത് നിങ്ങൾ കാണാതെ ചുങ്കത്ത് സ്പൈസ് ഹ്യുണ്ടായി ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ നമ്മുടെ ഏറ്റവും പുതിയ ക്രെറ്റ ഇവിയുടെ ലോഞ്ചാണ്. ആ ലോഞ്ചിങ് ഫംഗ്ഷനായിട്ട് നമ്മളൊന്ന് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടി നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ലോഞ്ചിങ് വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിനുശേഷം നമ്മുടെ ആ ഒരു ക്രെറ്റ ഇവിയുടെ ഒരു ടോപ്പ് എൻഡ് വാഹനം നമുക്കുള്ളത് അതിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടി നമുക്ക് കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ലോഞ്ചിൻ്റെ ആ ഒരു ചെറിയൊരു വിഷ്വൽസൊക്കെ കണ്ടു കാണും. അപ്പോൾ നമുക്കെന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ചുങ്കത്ത് സ്പൈസ് ഹ്യുണ്ടായാണ് നമ്മളുള്ളത്. കൊല്ലത്താണ് നമ്മുടെ ഈ ഒരു ഷോറൂം വരുന്നത്. കൊല്ലത്ത് ഒരു മൂന്നാംകെട്ടി എന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ഷോറൂം നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഷോറൂം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രെറ്റയിലേക്ക് തന്നെ വരാം. ഈ ഒരു ക്രെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഇ വി വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഇപ്പോൾ അത്യാവശ്യം ഒരുവിധപ്പെട്ട ബ്രാൻഡുകളെല്ലാം ഇ വിയിലേക്ക് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഹ്യുണ്ടയുടെ ലൈനപ്പിൽ ഇതിപ്പോൾ ആദ്യത്തെ ഇ വി ഒന്നും അല്ല. ഓൾറെഡി അവർ 1-2 ഇ വി മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം വന്നൊരു ഇ വി ആണ് ഈ കിടക്കുന്ന ക്രെറ്റ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെയുള്ള ഇ വിസ് എന്നൊക്കെ വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് അല്ല വന്നിരുന്നത്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചാണ്. അത് മാത്രമല്ല മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു സക്സസ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഇ വി ആണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഈ ക്രെറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ പെട്രോൾ നമുക്ക് അവൈലബിൾ ആണ്, ഡീസൽ അവൈലബിൾ ആണ്, ഇപ്പോൾ നമുക്ക് ഇ വിയും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഒരു ഇ വി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കംഫർട്ട് നിങ്ങൾ അറിയുക തന്നെ വേണം. അതായത് വേറെ ഒന്നും ചെയ്യണം. നിങ്ങളൊരു പെട്രോൾ വാഹനം വാങ്ങാനിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഡീസൽ വാങ്ങാനിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇ വിയും കൂടെ വന്നൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു കംഫർട്ടും അതിൻ്റെ ആ ഒരു പവർ ഫിഗറൊക്കെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. കാര്യം ഒരു ക്രെറ്റ എൻലൈന് വരുന്നതിനെക്കാട്ടി പവർ ഈ ഒരു വാഹനത്തിന് വരും. ഇപ്പോൾ എൻലൈനിലോട്ട് പോകുന്ന കസ്റ്റമർ എങ്ങനെയാണ് പെർഫോമൻസ് വേണമെന്നുള്ള കസ്റ്റമേഴ്സാണ് ക്രെറ്റ എൻലൈനിലേക്ക് പോകുന്നത്. ഇതിൽ പവർ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ആ ഒരു എൻലൈനെക്കാട്ടി കൂടുതൽ പവർ ഫിഗർ നമുക്ക് ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഹ്യുണ്ടായുടെ ഷോറൂമിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നമുക്കിനി ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും. അതിനകത്തൊന്നും ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്? പ്രൈസ് എത്രയായിരിക്കും. ഇത് തന്നെയാണ് എല്ലാവരും മനസ്സിലെ ചിന്ത. എല്ലായിടത്തും കണ്ടത് എക്സ്ഷോറൂം പ്രൈസാണ്. ഞാൻ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഏകദേശം ഒരു 5 വേരിയൻസിൽ ഈ വാഹനം നമുക്ക് കിട്ടും. ഏറ്റവും ബേസ് മോഡൽ വരുന്നത് എക്സിക്യൂട്ടീവ് എന്നാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡൽ നമുക്ക് വരുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, 2 ബാറ്ററി പാക്ക് നമുക്ക് അവൈലബിൾ ആണ്. 42 കിലോവാട്ട് നമുക്ക് വരുന്നുണ്ട്, 51.4 കിലോവാട്ടിൽ നമുക്ക് വാഹനം നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു 42 കിലോവാട്ടിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു തരാം. അത് ഏതൊക്കെ വേരിയൻസിലാണ് കിട്ടുന്നത്. ഈ ഒരു 42 കിലോവാട്ട് 4 വേരിയൻസിൽ നമുക്ക് കിട്ടും. ആദ്യത്തെ വേരിയൻറ്റ് എക്സിക്യൂട്ടീവ് എന്നാണ്. അതിൻ്റെ പ്രൈസ് വരുന്നത് 1987 ഓൺ റോഡ്. അതായത് 20 ലക്ഷത്തിനുള്ളിലാണ് വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്ന വേരിയൻറ്റ് സ്മാർട്ട് എന്ന വേരിയൻ്റാണ്. ഏകദേശം ഒരു 2097 റേഞ്ചിലാണ് ഓൺ റോഡ് വരുന്നത്. പിന്നെ സ്മാർട്ട് ഓപ്ഷൻ വരുന്നുണ്ട് 2151. പിന്നെ പ്രീമിയം അതിന് 22,06,000 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് ഓൺ റോഡ് പ്രൈസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 42 കിലോ വാട്ടിൻ്റെത് 1987 തുടങ്ങി 22,06,000 രൂപ വരെ പ്രൈസ് റേഞ്ച് വന്ന് നിൽക്കുന്നുണ്ട്. 4 വേരിയൻസിൽ ഈ ഒരു 42 കിലോ വാട്ട് വാഹനം നമുക്ക് കിട്ടും. ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് അലോയിൽ സഹിതം നമുക്ക് ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ADAS 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. അത്രയും ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിലേക്ക് വരാം. ഈ കിടക്കുന്നത് ഈ വാഹനത്തിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അതായത് എക്സലൻസ് എന്നാണ് ഇതിൻ്റെ വേരിയൻറ്റിൻ്റെ പേര് വരുന്നത്. ഈ ഒരു 51.4 കിലോ വാട്ട് വരുന്ന വാഹനം 2 വേരിയൻസിൽ നമുക്ക് കിട്ടും. സ്മാർട്ട് ഓപ്ഷനിൽ നമുക്ക് വരുന്നുണ്ട്, പിന്നെ എക്സലൻസ് എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഓയിലേക്ക് വരുന്ന സമയത്ത് 2369 ഓൺ റോഡ്. ഈ കിടക്കുന്ന ഏറ്റവും ടോപ്പ് എൻഡിന് 2587 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതായത് 20 ലക്ഷത്തിനുള്ളിൽ പ്രൈസ് തുടങ്ങി ഏകദേശം 26 റേഞ്ച് വരെ പ്രൈസ് റേഞ്ച് വന്ന് നിൽക്കുന്നുണ്ട്. ഇതിൽ തന്നെ ഒരുപാട് വേരിയൻസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു 20 അല്ല ഒരു 15നും 20നും ഇടയ്ക്ക് ഒരു വാഹനം നോക്കുന്ന ഒരു കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്രെറ്റ പരിഗണിക്കാം. അതുമല്ല ക്രെറ്റയുടെ തന്നെ ഒരു പെട്രോളോ ഡീസലോ വാഹനം നോക്കുന്ന ഒരു കസ്റ്റമറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കാവുന്നതാണ്. ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വരിക. അപ്പം പ്രൈസ് റേഞ്ച് നമ്മൾ സംസാരിച്ചു. ഇനി വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കിലോമീറ്റർ റേഞ്ചാണ്. ഈ ഒരു 42 കിലോ വാട്ടിൻ്റെ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്തത് 390. അതേപോലെ
0.4 കിലോ വാട്ടിന് കമ്പനി ക്ലെയിം ചെയ്തത് 473 കിലോമീറ്ററുമാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വാഹനം ക്ലെയിം ചെയ്യുന്നത് എന്തായാലും ഒരു 10, 20, 30 കിലോമീറ്റർ കുറച്ച് നിങ്ങൾ നോക്കുക. ആ ഒരു റേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 390 പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 350, 360 റേഞ്ചിൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നോർമലി പല വാഹനങ്ങൾക്കും അതിൽ കുറഞ്ഞ റേഞ്ചാണ് പറയുന്നത്, 310, 320 കിലോമീറ്ററൊക്കെയാണ് റേഞ്ച് പറഞ്ഞത്. അപ്പം 42 കിലോ വാട്ടിന് പോലും 390, അതായത് 400 കിലോമീറ്ററിനടുത്ത് റേഞ്ച് കമ്പനി പറയുന്നുണ്ട്. പിന്നെ ചാർജിങ് ടൈമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചാർജിങ് ടൈമിലേക്ക് വരുന്ന സമയത്ത് നോർമലി ഈ വാഹനത്തിൻ്റെ കൂടെ നമുക്കൊരു ചാർജർ നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട, നോർമലി ഒരു ചാർജർ നിങ്ങൾക്ക് തരും. അത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്കത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പോൾ പവർ പ്ലഗിൽ നമുക്കത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. അതിലൊരു ചാർജിങ് ടൈം മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഓവർനൈറ്റ് എന്തായാലും ഇടേണ്ടി വരും. ഒരു 10 മണിക്കൂറൊക്കെ, ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. നോർമലി മറ്റുള്ള വാഹനങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഒരു 11 കിലോ വാട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി എടുക്കുന്ന സമയത്ത് ഷോറൂമിൽ പറയുക, എനിക്കൊരു 11 കിലോ വാട്ടിൻ്റെ ഒരു ചാർജിങ് യൂണിറ്റ് എക്സ്ട്രാ വേണം. അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് ഈ ഒരു വാഹനം ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമെങ്കിലും വെച്ചാൽ അത് നിർബന്ധമില്ല. കാര്യം ഓൾറെഡി വണ്ടിയുടെ ഒരു ചാർജർ കിട്ടും. നിങ്ങൾക്ക് എക്സ്ട്രാ, അതായത് അത്രയും ടൈം എടുത്ത് ചാർജ് ചെയ്യാൻ വയ്യ, എനിക്ക് വീട്ടിൽ തന്നെ ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ ഈ ഒരു 11 കിലോ വാട്ടിൻ്റെ ചാർജിങ് യൂണിറ്റ് നിങ്ങൾക്ക് വീട്ടിൽ ഫിക്സ് ചെയ്ത് അത് അവർ തന്നെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് അതിന് കുറച്ച് പേയ്മെൻറ്റ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 60, 70 ആ റേഞ്ചിൽ എന്തോ അതിന് പേയ്മെൻറ്റ് വരുന്നുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രത്തോളം ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ല ഇനി ഒരു 100 കിലോ, ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ചാർജ് ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു ടൈമിലേക്ക് വരുന്ന സമയത്ത് 50 കിലോ വാട്ട് ആണെങ്കിൽ നമുക്കൊരു 58 മിനിറ്റ് കൊണ്ട് 10% തൊട്ട് 80% ചാർജ് ചെയ്യാം. അതല്ല 100 കിലോ വാട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 39 മിനിറ്റ് കൊണ്ടും 10% മുതൽ 80% നമുക്ക് ചാർജ് ആവും. അത് ചാർജിങ്ങിൻ്റെ കാര്യം. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എല്ലായിടത്തും കണ്ടു കാണും. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ വാറണ്ടി. ബാറ്ററി വാറണ്ടിയിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ തന്നെ വാഹനത്തിന് വാറണ്ടിയും കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ വേറെ കാര്യങ്ങൾ ഇപ്പം ബേസിക്കായിട്ട് ഇതിനകത്ത് തുടക്കത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈസ് തന്നെയാണ്. 1987 നിങ്ങൾക്ക് വാഹനം എടുക്കാം. പിന്നെ എക്സ്റ്റൻഡഡ് വാറണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് വണ്ടിയുടെ വില, ടാക്സ്, ഇൻഷുറൻസ് ഇതെല്ലാം കൂട്ടിയിട്ടുള്ള പ്രൈസാണ് പറഞ്ഞത്. എക്സ്റ്റൻഡഡ് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒരുപാടങ്ങ് വലിച്ചു നീട്ടുന്നതൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ച് നമുക്കൊരു വീഡിയോ അങ്ങ് നിർത്താം. അപ്പോൾ വാഹനത്തിൻ്റെ ലുക്കിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമുക്ക് ആ ഒരു എന്താ പറയുക, പെട്രോൾ വാഹനമായാലും ഡീസൽ വാഹനമായാലും ആ ഒരു സെയിം ലുക്ക് തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസങ്ങൾ ചെറിയ ഫ്രണ്ട് പോർഷനിൽ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ EV ആയതുകൊണ്ട് തന്നെ വന്നു. മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ആ ഒരു ഗ്രില്ല് കാര്യങ്ങൾ തുടങ്ങിയതൊന്നും വരുന്നില്ല. അതെല്ലാം ക്ലോസ്ഡ് ആയിട്ടാണ് നിലവിൽ ഉള്ളത്. പിന്നെ വരുന്നത് DRL നമുക്ക് വരുന്നുണ്ട്. അത് പെട്രോൾ വാഹനം പോലെ തന്നെയാണ്. LED ലാമ്പാണ് വരുന്നത്. വൈപ്പറിലേക്ക് വന്നു കഴിഞ്ഞാലും റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഒക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഓട്ടോ എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ വരുന്നത്. അത് മാത്രമല്ല അഡാസ് നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പ് എൻഡിലൊക്കെ അഡാസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ലെവൽ 2 കൂടിയാണ് അഡാസ് നൽകിയിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് 360 ഡിഗ്രി ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ക്യാമറ യൂണിറ്റ് ഫ്രണ്ട് പോർഷനിൽ പ്ലേസ് ചെയ്തത്. പിന്നെ നിങ്ങൾക്കറിയാം ഈ ഫ്രണ്ട് പോർഷനിലായിട്ടാണ് നമുക്ക് ചാർജിങ് യൂണിറ്റ്, അതായത് ചാർജ് ചെയ്യേണ്ട ആ ഒരു സ്ലോട്ട് നൽകിയിട്ടുള്ളത്. കണ്ട് ഈ ഒരു രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ 4 ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത്. അത് ഒരു ലൈറ്റ്സ് സൂചിപ്പിക്കുന്നത് 25% ചാർജ് കൊണ്ടെന്നുള്ളതാണ് ഒരു ലൈറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് കാണാം 3 ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, ഏകദേശം ഒരു 75% വാഹനത്തിൽ ചാർജ് അവൈലബിൾ. അതാണ് ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ അകത്തേക്കൊന്നും പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല എത്ര ശതമാനം ചാർജ് ആയെന്നുള്ളത്. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ കൂടി തന്നെ നമുക്ക് അത്യാവശ്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഗ്രീൻ ലൈറ്റ് മാറി നമുക്ക് ആ ഒരു എന്താ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ പോലത്തെ ലൈറ്റ് അത് നമുക്ക് റെഡിലേക്ക് മാറാം. അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൂടി തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ കണ്ടു കാണുന്നതാണ് ഈ ഒരു പോർഷൻ കണ്ടോ. ഈ ഒരു പോർഷൻ നമുക്ക് എന്താ പറയുക, വണ്ടി ഓൺ ആക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവുന്നുണ്ട്. വേറെ വേണ്ടിയിട്ടല്ല. അപ്പോൾ മോട്ടർ അങ്ങനെയുള്ള യൂണിറ്റ്സ് എല്ലാം നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ടാണ് വരുന്നത്. അതിനെ കൂളാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അത് ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു ഗ്രില്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻസിലാണ് അതെല്ലാം നൽകുന്നത്. നല്ല ഗ്ലോസി എലമെൻസിലാണ് ആ ഒരു ഫ്രണ്ട് പോർഷൻ ഫുള്ളി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയൽ വരുന്നത്. അതിനുള്ളിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ചെറിയ ഒരു ക്രിസ്റ്റൽ പോലത്തെ ആ ഒരു ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിലവിൽ അത് നല്ലപോലെ കാണാൻ പറ്റത്തില്ല. കാര്യം അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. വേറെ കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയേണ്ട ആവശ്യം ഒന്നും തന്നെ വരുന്നില്ല. ആ ഒരു പെട്രോൾ വാഹനം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആ ഒരു ഫ്രണ്ട് ലുക്ക് നൽകിയിട്ടുള്ളത്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ആ ഒരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ അലോയുടെ ആ ഒരു ഡിസൈനിൽ നമുക്ക് നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഡിസൈൻ പാറ്റേൺ വേറെ കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 1-2 കളേഴ്സിൻ്റെ കോമ്പിനേഷനൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 ടയറിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ. അപ്പോൾ സേഫ്റ്റി വൈസ് അത് നൽകുന്നുണ്ട്. ഒരു ക്ലാഡിങ്, ചെറിയൊരു ഗ്ലോസി ക്ലാഡിങ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ആ ക്ലാഡിങ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഗ്ലോസി ക്ലാഡിങ് വരുന്നുണ്ട്. സൈഡ് സ്റ്റെപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് ചെയ്യാം. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളും വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു ക്യാമറ യൂണിറ്റാണ് ഈ ഒരു പോർഷനായിട്ട് പ്ലേസ് ചെയ്യുന്നത്. കാണാം
റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഗ്ലോസി എലമെൻറ്റ്, ആ ഒരു സൈഡ് പോർഷനിലുള്ള ഗ്ലോസി എലമെൻറ്റ്സ് ഒക്കെ അതേപോലെ തന്നെ വാഹനത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെങ്ത്, വിത്ത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 4340 mm ആണ് ലെങ്ത് വരുന്നത്. 1790 mm വിക്തും 1655 mm ഹൈറ്റും 2610 mm വീൽ ബേസും വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞില്ല, വിട്ടുപോയി. 200 mm ഈ ഒരു വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് അവൈലബിൾ ആണ്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 17 ഇഞ്ചാണ് വാഹനത്തിന് ടയർ സൈസ്. 215/60R17 ആണ് ആ ഒരു ടയർ പ്രൊഫൈൽ നൽകിയിട്ടുള്ളത്. രണ്ട് ചേഞ്ചസ് നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പെടുന്ന വെച്ചാൽ നമ്മുടെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. ഈ ഒരു പോർഷൻ ആ ഒരു ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ഡിസൈൻ നമുക്ക് ആ ഒരു റിയർ സൈഡിൽ കാണാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇലക്ട്രിക് എന്നൊരു ബ്രാൻഡിങ് നമ്മുടെ ആ ഒരു പോർഷനിലായിട്ട് കമ്പനി നൽകി. വേറെ ഒരു വ്യത്യാസങ്ങൾ നമുക്ക് നോർമൽ വാഹനമായിട്ട് നോക്കിയാൽ കാണാനായിട്ട് കഴിയില്ല. ഫ്രണ്ടിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്രോളും ഈ ഒരു ഇലക്ട്രിക് വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. സൈഡിൽ നിന്ന് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു അലോയ് വീൽ വെച്ചിട്ട് ഇതൊരു ഇലക്ട്രിക് വാഹനമാണെന്ന് അറിയാനായിട്ട് പറ്റും. പിന്നെ ബൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ്, വലിയൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ബൂട്ട് സ്പേസ് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബോക്സ് ഇരിക്കുന്നത് കണ്ടോ? ആ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, നോർമലി നമുക്കൊരു ചാർജർ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ കിട്ടും. നിങ്ങൾക്ക് വീണ്ടും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യണം, ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് ഈ ഒരു വാഹനം ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 11 kW ഈ ഒരു ഹോം ചാർജർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു എനിക്കൊന്ന് 70-75 ആ ഒരു റേഞ്ചിൽ അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാൽ നോർമലി ചാർജ് ആവാനായിട്ട് സ്ലോ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 10-12 മണിക്കൂർ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 4-4.5 മണിക്കൂർ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പാഴ്സൽ ട്രേക്ക് നമുക്ക് വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റിങ്ങുമാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സ്പീക്കറിലേക്കൊക്കെ വരുന്ന സമയത്ത് 8 സ്പീക്കർ നമുക്ക് വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ബോസിൻ്റെതാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വാഹനത്തിൽ നൽകിയിട്ടുള്ളതാണ്. ഒരു ബ്രാൻഡിങ് തന്നെ അവിടെ ബോസ് എന്നുള്ളൊരു ബ്രാൻഡിങ് ആ ഒരു പോസ്റ്റിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. പിന്നെ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു റിയർ സൈഡിൽ പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈഡ് സ്റ്റെപ്പ് നിങ്ങൾക്ക് എക്സ്ട്രാ ചെയ്യാം. അത് ആവശ്യമെങ്കിൽ ചെയ്താൽ മതി. ആവശ്യം ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ശകലം ഹൈറ്റ് നമുക്ക് വരുന്നുണ്ട്. മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സീറ്റിൻ്റെതാണ് ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാം. ഈ ഒരു ഡ്രൈവർ സീറ്റും അതേപോലെ കോ പാസഞ്ചർ സീറ്റും ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. മാനുവലി അല്ല ചെയ്യേണ്ടത്, ഇലക്ട്രിക്കലി തന്നെ ആ ഒരു 2 സീറ്റ്സും നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വാഹനം ഓണാക്കേണ്ട ഓപ്ഷൻ ഉണ്ട് അവിടെയാണ് നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു EV ആയതുകൊണ്ട് പുഷ് ബട്ടൺ തന്നെ നമുക്ക് പറയാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ലിവർ നമ്മളിപ്പോൾ അകത്ത് ആ ഒരു പോർഷനിലൊന്നുമല്ല അത് നൽകിയിട്ടുള്ളത്. കണ്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ നൽകിയത്. ഒരു ചെറിയൊരു പുതുമയുണ്ട്. സാധാരണ ആ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അവിടെ വരുന്നത് ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ അത് നൽകിയിട്ടുണ്ട്. പാർക്ക് ബ്രേക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് പാർക്ക് ബ്രേക്കും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ പാറ്റേൺ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു എന്താ പറയുക, പെട്രോളിന് ഡീസലിലൊക്കെ വരുന്ന ആ ഒരു സെയിം തീം തന്നെയാണ്, ആ ഒരു ഡിസൈൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്കിപ്പം നോർമൽ പെട്രോൾ ഡീസൽ വാഹനത്തിലേക്ക് വന്നാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല വരുന്നത്. അതുപോലെ ക്രെറ്റ എൻലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല. EVയിലേക്ക് വന്നാലും ഈ ഒരു ഡിസൈൻ, അതായത് 3 ടൈപ്പ് സ്റ്റിയറിംഗ് വീലാണ് വാഹനത്തിൽ വരുന്നത്. അതായത് 3 ടൈപ്പ് നമുക്ക് നൽകിയിട്ടുണ്ട്. അറാസൊക്കെ ഓൾറെഡി ഉണ്ടെന്നുള്ളത് പറഞ്ഞു. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, 360° ക്യാമറ. അതുമാത്രമല്ല നിങ്ങൾക്കറിയാം ഈ ഹ്യുണ്ടായി വാഹനങ്ങൾ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആവശ്യം പോലെ അവർ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഒരു പീക്കായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ഒരു പീക്ക് ലെവലിലുള്ള ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്രത്തോളം ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ആപ്ലിക്കബിൾ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട്. നാവിഗേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ആ ഒരു രീതിയിലുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുള്ളിൽ ഇൻബിൽഡ് ആയിട്ട് തന്നെ ക്രെറ്റയിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി. ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. കളർ കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു 2-3 കളേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. ഡുവൽ സോൺ AC ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പം കോ പാസഞ്ചറിൽ ഇരിക്കുന്ന ആൾക്ക് അത്രയും എന്താ പറയുക AC വേണ്ട, തണുപ്പ് വേണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാം. വെന്റിലേറ്റർ സീറ്റ്സ് ആണ് വാഹനത്തിൽ വരുന്നത്. നല്ല പ്രീമിയം സീറ്റ്സ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ കൺട്രോൾ ഈ ഒരു പോർഷനിലായിട്ടാണ് നല്ല വലിയ സ്വിച്ചസ് ആണ് നൽകിയിട്ടുള്ളത്. അത് കൊള്ളാം, നല്ല രസമാണ്. ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൽ ഡ്രൈവ് മോഡ്സുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എക്കോ, നോർമൽ, സ്പോർട്ട് എന്നിങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ ഓൾറെഡി നമുക്ക് ഒരുവിധപ്പെട്ട വാഹനങ്ങൾക്ക് വരുന്നതാണ്, എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. സീറ്റ് ഇലക്ട്രിക്കൽ കൺട്രോൾ ഞാൻ പറഞ്ഞു. സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽ ആൻഡ് ടെലസ്കോപ്പിക്കാണ് സ്റ്റിയറിംഗ് വീൽ നൽകിയിട്ടുള്ളത്. പിന്നെ വയർലെസ് ചാർജിങ് യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. AC-യുടെ വെൻസൊക്കെ താഴ്ന്ന രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അത് കൊള്ളാൻ നല്ല രസമുണ്ട്. ഒരുപാട് വലുപ്പത്തിലുമല്ല. അതേപോലെ തന്നെ ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കൂൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. കൂൾഡ് ഗ്ലോ ബോക്സ്, നല്ല സ്പേസും അതിനകത്ത് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് വരുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. ആംബ്രഷ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിലും കൂൾഡായിട്ടുള്ള എന്താ പറയുക സ്പേസ് ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ വെച്ച് കൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, ഓട്ടോ ഡിമ്മിങ് ആയിട്ടുള്ള മിറേഴ്സൊക്കെ വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. സൺ റൂഫ് നമുക്ക് വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല പനോർമിക് സൺ റൂഫാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. 1 ടച്ച് ആയിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതൊക്കെ എടുത്തു പോയേക്കാം. ജസ്റ്റ് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. 1 ടച്ച് ആയിട്ട് നമുക്കത് കണ്ടോ, വളരെ സിമ്പിളായിട്ടത്
ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പോർഷനിലായിട്ട് മിറർ വരുന്നുണ്ട്. പക്ഷേ ഡ്രൈവർ സൈഡിലായിട്ട് നമുക്ക് മിറർ വരുന്നില്ല, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. EV ആണ്. പിന്നെ കീയും കൂടെ കാണിച്ചു തരാം. കണ്ട, ഇതാണ് വാഹനത്തിൻ്റെ കീ. കണ്ട, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് നോർമലി വരുന്ന കീ തന്നെയാണ്, പ്രത്യേകിച്ച് പുതുമയൊന്നും അവിടെ നൽകിയിട്ടില്ല. രണ്ട് കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് നല്ല സ്റ്റോറേജ് സ്പേസ്. ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സ്റ്റോറേജ് സ്പേസ്. ഗ്ലോ ബോക്സിൽ നല്ല സ്പേസ് വരുന്നുണ്ട്. അവിടെ വേണേൽ ഒരു ഫോണും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇവിടെയും നല്ല സ്പേസ് നൽകിയിട്ടാണ്. ഇവിടെ സ്പേസ്, കപ്പ് ഹോൾഡർ ഉണ്ട്. ഈ ഒരു രീതിയിലൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് വാഹനം കമ്പനി ഡിസൈൻ ചെയ്തത്. ഡോർ പാഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി 4 ഡോർ പറഞ്ഞോടൊക്കെ കാര്യം ഞാൻ പറഞ്ഞു. ആ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല രസമുണ്ട്. സ്റ്റോറേജ് സ്പേസും ഒക്കെ നല്ല രീതിയിൽ തന്നെ നൽകി. എൻ്റെ ബോസിൻ്റെ സ്പീക്കറാണെന്ന് ഓൾറെഡി എടുത്ത് പറഞ്ഞു. ഇനി റിയർ സീറ്റിലേക്ക് വരാം. റിയർ സീറ്റിൽ നമുക്ക് ആ ഒരു ഫ്രണ്ട് പൊസിഷനിൽ കണ്ടതുള്ള നല്ല ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സൺ ബ്ലൈൻഡ് നൽകിയിട്ടുണ്ട്. അത് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അൽക്കസറിലൊക്കെ നമ്മൾ കണ്ടതാണ്. നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു സീറ്റ്സിൻ്റെ ഒക്കെ ക്വാളിറ്റി ഒക്കെ നമുക്ക് കൊള്ളാം, നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് 2 വേ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. കുറച്ച് റിക്ലൈൻ ചെയ്തൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് അത്യാവശ്യം കംഫർട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നൽകിയിട്ടുണ്ട്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. 2 ചാർജിങ് സോക്കറ്റ് കൂടി ആ ഒരു പോർഷനിലായിട്ട് കാണാം. പിന്നെ 2 സീറ്റിൻ്റെ പുറകിലും ഈ ഒരു ട്രേ നൽകിയിട്ടുണ്ട്. അതായത് 3 കിലോയോളം വെയിറ്റ് നമുക്ക് അതിൽ ക്യാരി ചെയ്യാൻ സാധിക്കും. 2 സീറ്റ്സിൻ്റെ പുറകിലും വരുന്നുണ്ട്. അതായത് എന്താ പറയുക, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ, ഫുഡ് കഴിക്കണം, അതിനുള്ള അതൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും. അവിടെ തന്നെ ഒരു കപ്പ് ഹോൾഡർ കൂടി ആ ഒരു പോർഷനിലായിട്ട് വരുന്നുണ്ട്. അതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ആ ഒരു സീറ്റ്സിൻ്റെ ഒരു മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് നൽകിയിട്ടുണ്ട്. 2 ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. ആംബ്രസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതിനുള്ളിൽ തന്നെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ബോസ് ഫംഗ്ഷനായിരുന്നു നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിയർ സീറ്റിൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിന് തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു കൺട്രോൾ തന്നെ ആ ഒരു പോർഷനിലായിട്ട് നൽകി. പനോറമിക് സൺറൂഫ് ഒക്കെ ആണെന്നുള്ളത് ഓൾറെഡി എടുത്തു പറഞ്ഞു. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. അതുപോലെ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ആ ഒരു ഗിയർ ലിവറിൻ്റെ ആ ഒരു സിസ്റ്റം. അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നൽകുക. ഇപ്പോൾ പലരും ചിന്തിക്കുക അത് ഈ ഡ്രൈവിംഗ് സമയത്ത് നമ്മൾ ലൈറ്റ് ഇടുന്ന സമയത്ത് മാറിപ്പോകത്തില്ല എന്നൊക്കെയുള്ള ചിന്തിക്കുക. അങ്ങനെ മാറിപ്പോകത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അത്രയും ക്വാളിറ്റിയിലുമാണ് അത് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതാണ് ഈ ഒരു ലിവർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഡ്രൈവ് മോഡിലേക്ക് വീണു. അവിടെ കിടന്ന് നമ്മൾ പരതേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ചില വണ്ടിയിലൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ചിലപ്പോൾ റിവേഴ്സിലേക്കാണ് പോകുന്നത്, നമുക്ക് അറിയാൻ പറ്റത്തില്ല ഏതാണ് അതിൻ്റെ പൊസിഷൻ എന്നുള്ളത്. ഇത് കറക്റ്റ് പൊസിഷനിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്ന പാർക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ കൂടി അവിടെയായിട്ട് അവർ പ്ലേസ് ചെയ്തു. പിന്നെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പമൊന്നും ആ ഒരു സ്റ്റിയറിംഗ് വീലിന് നമുക്ക് വരുന്നില്ല. അപ്പം വാഹനം റെഡി ആയിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റിയറിംഗ് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പത്തിലൊന്നുമല്ല ഒരു സ്റ്റിയറിംഗ് വീൽ നൽകി അത്യാവശ്യം ഒതുക്കി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ എൻലൈനിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല സ്റ്റിയറിംഗ് വീലിന് വരുന്നത്. അതേപോലെ തന്നെ നോർമൽ ഡീസലോ പെട്രോൾ ആ ഒരു കറക്റ്റിലേക്ക് വന്നാലും ഈ ഒരു ഡിസൈൻ പാറ്റേൺ അല്ല നൽകിയിട്ടുള്ളത്. അപ്പം ആ ഒരു 3 ടൈപ്പ് സ്റ്റിയറിംഗ് വീല് തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എൻലൈൻ്റെതാണ്. അത് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് മോശമാണെന്നല്ല, ഇത് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ സീറ്റ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇലക്ട്രിക്കിൽ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ചങ്ങ് പുറകിലൊക്കെ ബാക്കിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ കറക്റ്റ് ഫീച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു EVയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്കിപ്പം ചില ആളുകൾ ഇപ്പോൾ കറക്റ്റിലേക്ക് വരുന്ന സമയത്ത് പെർഫോമൻസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്, പെർഫോമൻസ് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇപ്പോൾ ചിലർ വാഹനം എടുക്കുന്നത് എന്താണ്, പെർഫോമൻസിന് വേണ്ടിയിട്ട് തന്നെയാണ് വാഹനം ചൂസ് ചെയ്യാറുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഹ്യൂണ്ടായി ചെയ്ത കാര്യം എന്താണ്, എൻലൈൻ എന്നൊരു വേരിയൻറ്റ് കൊണ്ടുപോകുന്നു. നമുക്ക് i20 നമുക്ക് വരുന്നുണ്ട്. ഇത് കറക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു എൻലൈൻ എന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതെന്താണ്, പെർഫോമൻസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണത്. അതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേണിലേക്ക് വന്നു കഴിഞ്ഞാലും പെർഫോമൻസും എല്ലാം വളരെ രസമാണത് ഓട്ടിക്കാനും. ഭയങ്കര ഫണ്ണുള്ളൊരു വാഹനമാണ്. നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ആ ഒരു എൻലൈൻ എന്ന വാഹനത്തിനെക്കാട്ടി കൂടുതൽ പെർഫോമൻസ് ഈ വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊരു പവർ ഫിഗർ വരുന്നത് ഏകദേശം 171 PS ആണ് നമുക്ക് ഇതിൻ്റെ പവർ ഫിഗർ വരുന്നത്. എനിക്ക് തോന്നുന്നു എൻലൈൻ ആണെങ്കിൽ ഏകദേശം ഒരു 160 PS റേഞ്ചിലാണ് വരുന്നത്. എൻ്റെ ഒരു എനിക്ക് കറക്റ്റ് കൺഫേം അല്ല, എനിക്ക് തോന്നുന്നത് 160 PS തന്നെയാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എന്താ പറയുക, കുറച്ചുകൂടി പവർ ഫിഗർ ഈ ഒരു വാഹനം, അതായത് ഈ ഒരു ഇലക്ട്രിക് വെർഷൻ കൂടുതലാണ്. അപ്പോൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഒരു മുൻതൂക്കം കിട്ടുന്ന ഈ EV വാഹനത്തിനാണ്. ടോർക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 255 റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിന് ടോർക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് 2 പാക്കിലാണ് ഈ വാഹനം. ഒരു 42 കിലോവാട്ട് കൂടി നമുക്ക് അവൈലബിൾ ആണ്. അത് പെർഫോമൻസ് ഭയങ്കര പെർഫോമൻസ് ആയിട്ടുള്ള വാഹനം വേണ്ട, കുറച്ചുകൂടി ബഡ്ജറ്റ് ഒതുങ്ങി നിൽക്കണം, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് 42 കിലോവാട്ടിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അത് ഇത്രത്തോളം പവർ ഫിഗർ വരുന്നില്ല. അതിലേക്ക് ഒരു സമയത്ത് ഏകദേശം ഒരു 135 PS ആണ് അതിൻ്റെ പവർ ഫിഗർ വരുന്നത്. നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, എന്നാൽ ഇലക്ട്രിക് വാഹനം വേണം, എനിക്ക് കറക്റ്റ് തന്നെ വേണം എന്നുള്ളത് അത് ചൂസ് ചെയ്യുക. ഏകദേശം ഒരു 390 റേഞ്ചിൽ അതിന് റേഞ്ച് വരുന്നുണ്ട്. 400 അടുപ്പിച്ച് റേഞ്ച് ആ ഒരു വേരിയൻറ്റിന് നമുക്ക് അവൈലബിൾ. മോശപ്പെട്ട ഒരു ഫിഗർ അല്ല 390 എന്ന് പറയുന്ന കാര്യം. പല വാഹനങ്ങളും 310, 315 റേഞ്ചിലെ കിലോമീറ്റർ ടോട്ടലി പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു
ലോ വേരിയൻറ്റിന് തന്നെ ഏകദേശം ഒരു 390 കിലോമീറ്ററിന് അടുപ്പിച്ച് റേഞ്ച് അവർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഓട്ടിക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് നമ്മൾ ഓട്ടിക്കുന്നത്. ഓൾറെഡി അത് നാവിഗേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല തൊട്ടടുത്ത് ഒരു ചാർജിങ് സ്റ്റേഷൻ എവിടെയുണ്ട് തുടങ്ങിയ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിലുള്ള അറിയാനായിട്ട് പറ്റും. അതുപോലെ ഡുവൽ സോൺ AC ആണ് വാഹനത്തിൽ വരുന്നത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം. നമ്മൾ ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണാം. നമ്മളിൽ ഹമ്മർ EV ഒക്കെ ചില ഷോർട്ട് വീഡിയോസൊക്കെ വരുന്നത് കാണാം. കാര്യം പെട്ടെന്ന് നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ഉള്ളത്. അതായത് നമ്മൾ പെട്ടെന്ന് പയ്യെ നമ്മളിങ്ങനെ വാഹനം ഇങ്ങനെ അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പയ്യെ അങ്ങോട്ട് വാഹനം തിരിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത്രത്തോളം പെർഫോമൻസിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വാഹനമാണിത്. അത് മാത്രമല്ല നിങ്ങൾക്കറിയാം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഏകദേശം 20 ലിറ്ററോളം, എനിക്കൊന്ന് 20 ലിറ്റർ അടുപ്പിച്ച് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 10 കിലോയോളം നമുക്ക് ആ ഒരു പോർഷനിൽ ഫ്രണ്ടിൽ നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. എഞ്ചിൻ റൂമിൻ്റെ ഒരു ഷോട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചത്. നമ്മുടെ എഞ്ചിൻ റൂം തുറന്ന് ഞാൻ അങ്ങനെ കാണിച്ചില്ലായിരുന്നു. പിന്നെ പറയുന്നത് എന്താണ് കാര്യം, പിന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. എടുത്ത് പറയത്തക്ക രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ. ഇപ്പോൾ ഹ്യുണ്ടായുടെ വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ചില ബ്രാൻഡുകൾ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഫീച്ചേഴ്സ് വാരിക്കോടി കൊടുക്കുന്ന ചില ബ്രാൻഡുകളിൽ ഒന്നാണ് ഈ നമ്മുടെ ഹ്യുണ്ടായി. കാര്യം മറ്റുള്ള ബ്രാൻഡുകൾ നൽകാതെ അത്രത്തോളം ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഫീച്ചർ മാത്രമല്ല പെർഫോമൻസും ആ രീതിയിൽ നൽകിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കിടന്നത്. ഈ 120 കിലോമീറ്ററൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ റോഡിൽ നമുക്ക് അത്ര അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രയൊന്നും കയറുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. നമുക്ക് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഷോറൂമിൽ വരുന്ന സമയത്ത് ഉറപ്പായിട്ട് ഈ വാഹനം നിങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുക. അത് ടോപ്പ് എൻഡ് തന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതെങ്കിൽ അത്രയും പെർഫോമൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബേസ് മോഡൽ ചൂസ് ചെയ്യാവുന്നതാണ്. 20-നുള്ളിൽ പ്രൈസ് വരുന്നുള്ളൂ. അത് മാത്രവുമല്ല അതിനകത്തും ഒരുവിധപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല വാഹനത്തിനുള്ളിലേക്ക്. കാര്യം ഇത് ഇലക്ട്രിക് വെർഷനാണ്, അതുകൊണ്ട് തന്നെ നോയ്സോ കാര്യങ്ങളൊന്നുമില്ല. വേറെ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. വളരെ സൈലൻ്റ് ആണ് വാഹനം, കംഫർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഡ്രൈവിങ്ങിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. മേടിക്കത്തേക്ക് പിന്നത്തെ കാര്യം വാഹനം വന്നൊന്ന് ഓടിച്ച് നോക്കുന്നത് ആരും ഒന്നും പറയത്തില്ല. നിങ്ങൾക്കൊരു വാഹനം എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ട്, ഒരു 15 ലക്ഷം ആ ഒരു ബഡ്ജറ്റിലാണ് നിങ്ങൾ ഒരു ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വാഹനം ഒന്ന് പരിഗണിക്കുക. എന്നിട്ട് വന്നൊന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ ഒരു ഹ്യുണ്ടായി എന്ന ബ്രാൻഡിൻ്റെ ഒരു EV ആവുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. കാര്യം എന്താണ്, അത്രത്തോളം സേഫ്റ്റി ആയിട്ട് നമുക്കത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വ്യൂ ആണ് നല്ല HD ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗിയറിൽ ആ ഒരു ഡ്രൈവ് റിവേഴ്സൊക്കെ ഇടുന്നതിനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട്, ഇപ്പോൾ ഇവിടെ തിരിച്ച സമയത്തായാലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു റിയർ സൈഡിലെ വ്യൂ നമുക്ക് ഇതിനുള്ളിൽ തന്നെ അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാനായിട്ട്. ഡ്രൈവിംഗ് സമയത്ത് ഉറപ്പായിട്ട് ഓടിച്ച് നോക്കുക. അത് തന്നെയാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഷോറൂം ഞാൻ ഏതാണെന്ന് പറഞ്ഞു, ചുങ്കത്ത് സ്പൈസ് ഹ്യുണ്ടായാണ് നമുക്കൊരു വാഹനം നമുക്ക് തന്നത്. അതിന് തുടക്കത്തിൽ നമ്മൾ ഇതിൻ്റെ ലോഞ്ച് ചെയ്യാൻ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൊല്ലത്താണ് അവരുടെ ലൊക്കേഷൻ വരുന്നത്. കൊല്ലം 3-ാം ആ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ലൊക്കേഷൻ നമുക്ക് വരുന്നത്. അവിടെ ഒരു പള്ളിയൊക്കെ വരുന്നുണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഷോറൂം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പാടൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കൊല്ലത്ത് നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമൊക്കെ കഴിഞ്ഞിട്ടാണ് കരിക്കോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരുന്നത്. കരിക്കോട് എല്ലാവർക്കും അറിയാമെങ്കിൽ ടീക്കൻ കോളേജൊക്കെ വരുന്നതാണ്. അല്ല അവിടുന്ന് കൊട്ടാരക്കരയിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നുണ്ടെങ്കിൽ കരിക്കോട് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം നമുക്ക് വരുന്നത്. ടീക്കൻ കോളേജ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.